ഇനി നോക്കൂ നിങ്ങൾ, നബിദിനമാണല്ലോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നേരത്തെ നോട്ടീസിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. നബിദിനം സുന്നത്ത്, ആഘോഷം വിദുഅത്ത്. അത് കണ്ടപ്പോൾ തന്നെ സുഹൈർ ചുങ്കത്തറയാണ് അടിച്ചിറക്കിയത്. എന്റെ കൂടെ ഞങ്ങൾ ജോലി ചെയ്യുന്നവരാ. കണ്ടപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞു നോട്ടീസ് വിതരണം ചെയ്യണ്ട, അപകടമാണ്. ഒരു അപകടവുമില്ല, ഇഷ്ടം പോലെ കൊടുത്തു. ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, 1 കോടി രൂപക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ചുങ്കത്തറ ടൗണിൽ തന്നെ, അതിന് കാശുണ്ടാക്കണം. അപ്പൊ 1 ലക്ഷം കോപ്പി അടിച്ചിറക്കിയിട്ടുണ്ട്, 1 ലക്ഷം കോപ്പി. എന്നിട്ട് മോങ്ങത്ത് കഴിഞ്ഞ 4-ാം തീയതി ഷാർജ സലഫിയുടെ വമ്പൻ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ വെച്ച് സ്റ്റേജിൽ വെച്ച് അനൗൺസ് ചെയ്തിട്ടാണ് ഈ നോട്ടീസ് കൊടുക്കണേ. 100-ന്റെ 200-ന്റെ ഒക്കെ കെട്ടാക്കുക. ഇങ്ങോട്ട് ഒരു കെട്ടിന് 50 റുപ്യ. സംഖ്യ എത്ര ആവും നമുക്കും ആലോചിച്ച് നോക്കാം. നോട്ടീസ് ആക്കിയിട്ട് പിരിവെടുത്താൻ പറ്റുമെന്നുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 1 ലക്ഷം കോപ്പി അടിച്ചിറക്കിയിട്ട് 200-ന്റെ കെട്ടാക്കിയിട്ട് ഇത് 50 രൂപക്ക് കൊടുത്താൽ പൈസ എത്ര കിട്ടും? പൈസ ഉണ്ടാക്കാനാണ് എന്നാ. പക്ഷേ അവസാനം വിളി വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ബഹുമാന്യനായ AP-യോട് ചോദിച്ചതുണ്ട്, നിങ്ങൾക്കൊന്ന് നേരിട്ട് കേൾക്കാം. അത് AP മറുപടി പറഞ്ഞത്. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് കോഴിക്കോട് നിന്നാണ്. ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് മൗലവി. പിന്നെ നമ്മള് സുഹൈർ ചുങ്കത്തറ, സുഹൈർ മൗലവി ഇറക്കിയ ഒരു നോട്ടീസ് കണ്ടേ, ഈ നബിദിനം സുന്നത്ത് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഇപ്പൊ അത്? ഞങ്ങൾക്ക് എന്താ പറയാ, വളരെ വളരെ മോശം അസംബന്ധം. എന്താണ് ഞാൻ അവരെ വിളിച്ചിട്ട് നന്നായി പറയുന്നത്. അതിപ്പോ കുട്ടികളുടെ പേര് വെച്ചിട്ട് ഒരു കുറ്റ നീക്കം എന്നുള്ള ഇടത്താണ് ഈ സെൻസസ് പറഞ്ഞാൽ ഈ ഇവര് ആഘോഷത്തിന്റെ വിദ്യാർത്ഥാന്ന് പറയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ഒരു ആവശ്യമില്ല. ആ ഇത് വെച്ചിട്ട് നോട്ടീസിന്റെ ഹെഡിങ് വെച്ചിട്ട് ഭയങ്കര പരിപാടികൾ നടത്തുന്ന പുറാത്തികൾ. ഞാനിത് അറിഞ്ഞില്ല, ഇന്നലെ കേട്ടപ്പോഴാണ് പിന്നെ പറഞ്ഞ 8 കെട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ പൈസക്ക് ബുക്ക് ചെയ്തെന്ന് തോന്നുന്നു. 50 റുപ്യന്റെ കെട്ട്. എന്നിട്ട് എല്ലാം ഇതാണ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഞങ്ങളിപ്പം മറുപടി പറഞ്ഞ് ഇതിപ്പോ എന്താ പറയാ, ഓരോരുത്തർ ചോദിക്കുകയാണ്. ഓരോടൊന്നും ചോദിച്ചു നോക്കി. മൗലവിനോട് ചോദിച്ചിട്ട് മൗലവി വേറെ പല കാര്യങ്ങളാ പറയുന്നത്. നമുക്കിപ്പോ മൗലവി ഒരു ആധികാരികമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെ എന്തിനു ഈ ആവശ്യമില്ലായ്മ, എന്തൊരു ഉപകാരമാവുള്ളത്? അത് നിങ്ങളെ ആ നോട്ടീസ് കിട്ടിയാൽ അത് വിതരണം ചെയ്യരുത്. നമ്മളിപ്പോ എന്ത് മറുപടി അപ്പൊ പറയാം? അതല്ലേ ഞാൻ ഓരോട് ചോദിക്കാൻ കൊണ്ടാണ്, നമ്മൾ പറഞ്ഞാലല്ലോ. അപ്പൊ മറുപടി എന്ത് പറയുന്നവരോട് ചോദിച്ചു നോക്കി, അത് ഒന്ന് പ്രസംഗിക്കട്ടെ. നോക്കി ഈ സുന്നികൾക്ക് അപ്പൊ നമ്മൾ എന്ത് മറുപടി അപ്പൊ പറയാ? ഞാനാ ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയല്ലത്. അതെ, ഞാൻ അങ്ങനെ പറയുന്ന മറുപടി അല്ല, എന്താണ് ഞങ്ങൾ പറയേണ്ടത്?